നമസ്കാരം. കണ്ണൂരിന്റെ കിഴക്കൻ മലനിരകളുടെ തണലിൽ നിൽക്കുന്ന പേരാവൂർ കേരള രാഷ്ട്രീയത്തിലെ തന്ത്രപ്രധാനമായ ഒരു മണ്ഡലമാണ്. മലയോര കുടിയേറ്റ ജനതയുടെയും ആദിവാസി വിഭാഗങ്ങളുടെയും ശബ്ദം നിയമസഭയിലേക്ക് എത്തിക്കുന്ന ഈ മണ്ഡലം ഇത്തവണയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സജീവമായ രാഷ്ട്രീയ ചർച്ചകളോടെയാണ് വരവേൽക്കുന്നത്. 1977 മണ്ഡല പുനർനിർണയത്തോടെയാണ് പേരാവൂർ എന്ന നിയമസഭാ മണ്ഡലം രൂപീകൃതമാകുന്നത്. അന്ന് 82,000-ഓളം വോട്ടർമാരുമായി രൂപം കൊണ്ട ഈ മണ്ഡലത്തിലെ കന്നിപ്പോരാട്ടം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. 1977 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് KP നൂറുദ്ദീനായിരുന്നു ഇവിടെ നിന്ന് ജയിച്ചു കയറിയ ആദ്യ ജനപ്രതിനിധി. തുടർച്ചയായ 5 തവണ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ച അദ്ദേഹം പേരാവൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു കാലഘട്ടം അടയാളപ്പെടുത്തി. പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായ പേരാവൂർ കുടിയേറ്റ കർഷകരുടെ പ്രധാന കേന്ദ്രമാണ്. റബ്ബർ, കുരുമുളക്, കശുമാവ് തുടങ്ങിയ കൃഷികളാണ് ഇവിടുത്തെ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പോലുള്ള ആചാര പെരുമകളും ആറളം വന്യജീവി സംഗീതം പോലുള്ള പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളും ഈ മണ്ഡലത്തെ സവിശേഷമാക്കുന്നു. പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ വിധിയെഴുത്തിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് അവിടുത്തെ സവിശേഷമായ ജാതി-മത സമവാക്യങ്ങളാണ്. വിവിധ സമുദായങ്ങൾ ഒത്തൊരുമയോടെ കഴിയുന്ന ഈ മണ്ഡലത്തിൽ കർഷക താൽപര്യങ്ങളും സമുദായ സംഘടനകളുടെ നിലപാടുകളും തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് ബാധിക്കാറുണ്ട്. മണ്ഡലത്തിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഹിന്ദു വിഭാഗമാണെങ്കിലും ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ വിജയം നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഈഴവ, നായർ സമുദായങ്ങൾക്കും ഒപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ശക്തമായ സ്വാധീനമുണ്ട്. ആറളം മേഖല ഉൾപ്പെടെയുള്ള ആദിവാസി വോട്ടുകൾ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വലിയ ചർച്ചാ വിഷയമാകാറുണ്ട്. ഈ സമുദായങ്ങൾക്കിടയിലുള്ള വോട്ട് വിഹിതത്തിലെ മാറ്റങ്ങൾ ഇടത് വലത് മുന്നണികളുടെ വിജയ സാധ്യതകളെ സ്വാധീനിക്കാറുണ്ട്. മണ്ഡലത്തിലെ ഏറ്റവും നിർണായകമായ വോട്ട് ബാങ്കുകളിലൊന്ന് കുടിയേറ്റ ക്രൈസ്തവ വിഭാഗത്തിന്റേതാണ്. തിരുവിതാംകൂർ ഭാഗത്തു നിന്നും വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ കർഷകർ ഇവിടുത്തെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാനികളാണ്. കത്തോലിക്ക സഭയുൾപ്പെടെയുള്ള സഭകളുടെ നിലപാടുകളും കാർഷിക വിഷയങ്ങളിലെ അവരുടെ ഇടപെടലുകളും തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. UDF പരമ്പരാഗതമായി ലഭിച്ചുവരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ LDF പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതിനു പുറമെ പേരാവൂർ ടൗണിലും സമീപ പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന മുസ്ലിം വോട്ടുകളും മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രധാനമാണ്. ചുരുക്കത്തിൽ വിവിധ സമുദായങ്ങളുടെ ഏകോപനവും കാർഷിക പ്രശ്നങ്ങളോടുള്ള അവരുടെ വൈകാരികമായ സമീപനവുമാണ് പേരാവൂരിന്റെ രാഷ്ട്രീയ അടിത്തറ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പേരാവൂർ UDFനെയാണ് നെഞ്ചിലേറ്റിയത്. 2016-ലും 2021-ലും കോൺഗ്രസിലെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മികച്ച വോട്ട് വിഹിതത്തോടെ വിജയം സുരക്ഷിതമാക്കി. 2016-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPMലെ ബിനോയ് കുര്യനെ 7,989 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മണ്ഡലം പിടിച്ചത്. അന്ന് സണ്ണി ജോസഫിന് 65,658 വോട്ടുകളും ബിനോയ് കുര്യന് 57,669 വോട്ടുകളുമാണ് ലഭിച്ചത്. സംസ്ഥാനത്തുടനീളം ഇടതുമുന്നേറ്റം പ്രകടമായ 2021-ലെ തെരഞ്ഞെടുപ്പിലും 3,172 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് പേരാവൂരിൽ വിജയം ആവർത്തിച്ചു. CPMലെ KV സക്കീർ ഹുസൈനെയാണ് അദ്ദേഹം അന്ന് പരാജയപ്പെടുത്തിയത്. കുറഞ്ഞുവരുന്ന ഭൂരിപക്ഷത്തിനിടയിലും കുടിയേറ്റ കർഷകരുടെ ക്രൈസ്തവ സമുദായത്തിന്റെയും ഉറച്ച പിന്തുണയാണ് സണ്ണി ജോസഫിന്റെ വിജയത്തിൽ നിർണായകമായത്. കാർഷിക വിളകളുടെ വിലയിടിവ്, വന്യജീവി ശല്യം തുടങ്ങിയ മലയോര മേഖലകളിലെ സജീവമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ UDFന് സാധിച്ചു. LDF തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടത്തുന്ന മുന്നേറ്റം വോട്ടിംഗ് പാറ്റേണിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ സ്വാധീനവും കാർഷിക താൽപര്യങ്ങളും സണ്ണി ജോസഫിന് മുൻതൂക്കം നൽകുന്നതാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ടത്. നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി തങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു. മണ്ഡലത്തിലെ ആകെ വോട്ട് വിഹിതത്തിൽ ഏകദേശം 48.2% വോട്ടുകൾ നേടി LDF ഒന്നാമതെത്തിയപ്പോൾ UDFന് ഏകദേശം 42.5% വോട്ടുകൾ മാത്രമാണ് നേടാനായത്.
BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി 9% വോട്ട് വിഹിതം രേഖപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFന്റെ വോട്ട് വിഹിതത്തിലുണ്ടായ കുറവ് വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ അവർക്ക് വലിയ വെല്ലുവിളിയാകും. മണ്ഡലത്തിലെ പായം, ആറളം, അയ്യൻകുന്ന്, മുഴക്കുന്ന് തുടങ്ങിയ പഞ്ചായത്തുകളിൽ LDF വൻ വിജയം കൈവരിച്ചപ്പോൾ പേരാവൂർ ടൗൺ ഉൾപ്പെടുന്ന പഞ്ചായത്തിലും കണിച്ചാറിലും മാത്രമാണ് UDFന് പിടിച്ചു നിൽക്കാനായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ LDFന് 8000-ലധികം വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. വന്യജീവി ശല്യം, കാർഷിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ ഭരണകൂടം സ്വീകരിച്ച നിലപാടുകൾ വോട്ടർമാരെ സ്വാധീനിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പേരാവൂർ മണ്ഡലത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മലയോര കർഷകർ നേരിടുന്ന അതിരൂക്ഷമായ വന്യജീവി ശല്യവും കാർഷിക വിളകളുടെ വിലയിടിവുമാവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക ചർച്ചാ വിഷയങ്ങൾ. ഇതിനൊപ്പം ബഫർ സോൺ നിയന്ത്രണങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, മലയോര വികസനം എന്നിവ വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. സംസ്ഥാന ഭരണത്തോടുള്ള വിലയിരുത്തലും വികസന മുരടിപ്പും BJPയുടെ വോട്ട് വിഹിതത്തിലുണ്ടാവുന്ന മാറ്റവും പേരാവൂരിന്റെ അടുത്ത നിയമസഭാംഗം ആരാകുമെന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളാകും. മുന്നണികൾ ഒരുക്കങ്ങൾ തുടങ്ങിയതോടെ പേരാവൂർ പതുക്കെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ്. കർഷകരുടെയും സാധാരണക്കാരുടെയും വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഞാൻ ക്രിസ്മ മെൽബിൻ, സൈനിങ് ഔട്ട്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.